ശബരിമല സ്വർണ്ണക്കടത്തിൽ SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഇടപാടിനായി ഡി മണി ആദ്യം സമീപിച്ചത് തന്നെയാണെന്നാണ് വ്യവസായിയുടെ മൊഴി. ഉരുപ്പടികൾ ഡി മണി വഴി വിദേശത്തേക്ക് കടത്തിയെന്ന് സംശയമുണ്ടെന്ന് മൊഴിയുണ്ട്. ഡി മണിയുടെ ഫോൺ നമ്പർ നൽകിയത് വിദേശ വ്യവസായിയാണ്. ഡി മണി എന്നാൽ ദാവൂദ് മണിയെന്നാണെന്നും വ്യവസായി ഡിണ്ടിഗലിൽ കണ്ടെത്തിയ ആൾ തന്നെയാണ് ഡി മണിയെന്നും വ്യക്തമാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി അന്വേഷണം പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് ഡി മണിയിലേക്ക് അടക്കം എത്തിയെങ്കിലും ഈ ഡി മണി താനല്ല എന്നും അന്വേഷണ സംഘം അന്വേഷിക്കുന്ന വ്യക്തി താനല്ല, തനിക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ യാതൊരുവിധ പങ്കുമില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡി മണി എന്ന വ്യക്തി വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ ഒരു ഡി മണിയിലേക്ക് എത്തിയത് ഒരു വ്യവസായി, അതായത് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ വ്യവസായി ചൂണ്ടിക്കാണിച്ച വ്യക്തി അല്ലെങ്കിൽ പേര് പരാമർശിച്ച വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയെന്ന്, അതായത് അന്വേഷണ സംഘം കണ്ടെത്തിയ വ്യക്തി ഇയാൾ തന്നെയാണെന്ന് വ്യവസായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നൽകിയ നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതും ഒപ്പം ഡിണ്ടിഗലിലേക്ക് എത്തുകയും ഇയാളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തത്. ഇതിൽ മറ്റൊരു സുപ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വിവരം പുറത്തേക്ക് വരുന്നത് ഈ ഒരു സ്വർണ്ണ ഉരുപ്പടികളാണ് ഇവിടെ നിന്നും കടത്തിയത്, അല്ലാതെ വിഗ്രഹങ്ങളല്ല, പഞ്ചലോക വിഗ്രഹങ്ങളടക്കം ഇവിടെ നിന്നും കടത്തി എന്നൊരു വിവരം വന്നിരുന്നു. പക്ഷേ സ്വർണ്ണ ഉരുപ്പടികൾ ഇവിടെ നിന്നും കടത്തിയെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് വിദേശത്തേക്ക് കടത്തിയെന്നും സൂചനയുണ്ട്. അത്തരത്തിലൊരു സംശയമടക്കം ഈ വ്യവസായി പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഒരു സ്വർണ്ണ ഉരുപ്പടി താൻ വഴി തനിക്ക് ലഭിക്കാനുള്ള രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് അത് ഡി മണി തന്നെ കൈകാര്യം ചെയ്യുകയായിരുന്നു. ഈ ലോഹ വ്യാപാര കച്ചവടക്കാർക്കിടയിൽ ഇയാളെ ദാവൂദ് മണി അല്ലെങ്കിൽ ഡി മണി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും ഇതിൽ കൂടുതൽ ഈ ഒരു അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്നും അടക്കമുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു വ്യവസായി ഈ ഡി മണിയെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം താനല്ല ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ തനിക്കിതിൽ പങ്കില്ല എന്നടക്കമുള്ള രീതിയിൽ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിരുന്നു. പക്ഷേ ഇത് തെറ്റാണെന്നും ഇയാൾക്ക് ഇതിൽ നേരിട്ടുള്ള പങ്കുണ്ടെന്നും ഇത് വിദേശത്തടക്കം കടത്തിയെന്നുള്ള സംശയമടക്കം ഈ വ്യവസായി പങ്കുവച്ചിരുന്നു. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ, അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അന്വേഷണം പിന്നീട് ഈ ഒരു മെമ്പർമാരിലേക്ക് അടക്കം കടന്നിരുന്നു. പക്ഷേ അവർ ഇതുവരെയും നോട്ടീസ് നൽകിയിട്ടും ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ടില്ല. ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹാജരാകാതെ മാറി നിൽക്കുന്നത്. ഒപ്പം വിജിലൻസ് കോടതി ഇവരുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നുമുണ്ട്. ഈ ഒരു പോലീസുമായുള്ള ബന്ധം ഈ ഒരു മെമ്പർമാരിലെ ഒരാൾക്ക് പോലീസ് ഉന്നതരുമായിട്ടുള്ള ഒരു പിതാവടക്കമാണ്. അതിലേക്കടക്കമുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടടക്കം പോലീസിന് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മെല്ലെപ്പോക്കുണ്ടെന്നടക്കം വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ ഈ സമയത്തടക്കം ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണമുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ചടുലമായ നീക്കങ്ങളിലേക്ക് SIT ഏത് നിമിഷവും കടന്നേക്കാം. ഒപ്പം ഈ ഒരു ഡി മണിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും ഇനി ഈ ഒരു തൊണ്ടി മുതലടക്കം കണ്ടെത്താനുള്ള നീക്കത്തിലേക്കടക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യത. ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.